കോഴി പേടിച്ചു പോയി ഞാൻ അതിന്റെ മേലെ വെക്കുന്നത് കണ്ടിട്ട്. അപ്പോ ഈ കാര്യത്തിലേക്ക് വരാം. കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിന് മുട്ട പൊടിച്ചിട്ട് കൊടുക്കണം, കാൽസ്യക്കുറവാണ്, അതുപോലെ ഫസ്റ്റ് ടൈം ചെയ്യുന്നത് കൊണ്ടാണ്, പിന്നെ തീറ്റയില് പുല്ലും കാര്യങ്ങളെല്ലാം കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ കോഴീനെ വളർത്തുന്നത് ആദ്യമായിട്ടല്ല, പക്ഷെ ഞാൻ ഒരിക്കലും ഒരു ക്ലാസ്സിന് പോയി പഠിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയണ്ടേ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടോ ഒന്നും കോഴീനെ വളർത്തുന്നതല്ല. പിന്നെ ഇതൊരു ഫാമായിട്ട് നടത്തുന്നതൊന്നുമല്ല. ഈ ഒരു ചെറിയ കോഴിയിൽ ഒരു 12 കോഴിയാണുള്ളത്. അതിൽ തന്നെ 2 പൂവനാണ്. പൂവനെ 2നെ സെപ്പറേറ്റ് വേറെ തന്നെ കള്ളിയിൽ ഇട്ടിട്ടുള്ളത്. കാരണം ഇതിന്റെ കൂടെ ഇടുന്ന സമയത്ത് പടക്കോഴികളെ വല്ലാണ്ട് കൊത്തിയിട്ട് പണിയാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഈ കോഴികൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ട്രെയിനിങ് കഴിഞ്ഞിട്ടൊന്നും അല്ല കോഴീനെ വളർത്തുന്നത്. എൻ്റെ മോനിപ്പോ ഒരു 6 മാസം പ്രായമുള്ള സമയത്ത് ബി കോംപ്ലക്സിന്റെ കുറവ് കൊണ്ട് മുട്ടേന്റെ മഞ്ഞക്കരു കൊടുക്കണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ട്, അങ്ങനെയാണ് എൻ്റെ മാമൻ എനിക്ക് 2 കോഴീനെ തന്നിട്ട് ഞാൻ വളർത്തി തുടങ്ങിയത്. അത് ഒരു 45 കോഴീനെ വരെ ഞാൻ വീട്ടിൽ വളർത്തിയിട്ടുണ്ട്. 2 കൂടുണ്ടായിരുന്നു. ഒന്ന് മരത്തിന്റെ അടിച്ച കൂടാണ്, അത് പോയി അപ്പൊ ഞാൻ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നെ കുറേ കോഴീനെ പട്ടി പിടിച്ചിട്ട് പിന്നെ എല്ലാം ചത്തുപോയി. അതുകൊണ്ട് പിന്നെ അതിനോടൊരു മടുപ്പ് വന്ന്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിൽ നഷ്ടം വരുമ്പോൾ നമുക്ക് പിന്നെ അത് തുടർന്നു കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ വിട്ട് കളഞ്ഞ്. പിന്നെ അതിനുശേഷം വാങ്ങിയതാണ് ഇത് ഈ ഒരു കൂടും. ഇതിലൊരു 25 കോഴീനെ ഇടുന്ന കൂടാണ് ഇത് ഈ കാണുന്നത്. എന്താ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് 25 കോഴീനെ ഇടാൻ പറ്റുന്ന കൂടാണ്. പഞ്ചായത്തിന്റെ എന്താ പറയണ്ടേ മുട്ടയും കോഴിയും പദ്ധതി അല്ല, അങ്ങനെ മുട്ടക്കോഴീന്റെ പദ്ധതി എന്തോ ആവട്ടെ, അതില് വാങ്ങിയ കോഴിയും കൂടും പദ്ധതി ഇപ്പൊ പേരിട്ടേ. അപ്പൊ അതിൽ വാങ്ങിയതാണ് ഈ കൂട്. അപ്പൊ ആ കൂടിൻ്റെ അകത്ത് പിന്നെ 25 കോഴിയും കൂടും ആയിട്ട് വാങ്ങിച്ചതായിരുന്നു. അപ്പൊ ആ കോഴിയെല്ലാം മുട്ടയിട്ട് കഴിഞ്ഞ പിന്നെ അതിനെല്ലാം കൊടുത്തു. പിന്നെ രണ്ടാമത് പിന്നെ ഞാൻ കോഴീനെ ഇട്ടിട്ടില്ല. കുറേ നാള് ഒരു 3-4 വർഷം കോഴീനെ വളർത്താണ്ടിരുന്നിട്ടാണ് ഞാനിപ്പോ ഇതിനകത്ത് കൊണ്ടുപോയിട്ടത്. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞാൽ ഇതിനകത്ത് 15 കോഴിനെ കൊണ്ടുപോയിട്ടതിൽ 3 എണ്ണം ചത്തുപോയതല്ല, ശരിക്കും പട്ടി പിടിച്ചതാണ് 3 എണ്ണത്തിന്. ഈ കൂടിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് പട്ടി പിടിക്കുവാന്ന് നിങ്ങൾ നോക്ക്. ഞാൻ അത്രയും ഇതായിട്ട് ഇതിന്റെ സൈഡിലെല്ലാം കമ്പിയെല്ലാം വെച്ച് കെട്ടിയിട്ടുണ്ട്. അഴി കുറച്ച് വലുതായതുകൊണ്ട് അതിന്റെ ഉള്ളിലെ കോഴി ഇങ്ങനെ തല പുറത്തിടും. അപ്പോൾ പട്ടി പിടിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അതിന്റെ ഇടയിലെല്ലാം നെറ്റ് കെട്ടിയിട്ട് മറിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും കോഴി അതിന്റെ ഉള്ളിലെ കൂടി തലയിടും, പട്ടി പിടിക്കുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മൾ പണ്ടുള്ള ആളൊന്നും കോഴീനെ വളർത്തുന്നത് പിന്നെ ട്രെയിനിങ് കിട്ടിയിട്ടോ ക്ലാസ്സിന് പോയിട്ടൊന്നും അല്ലല്ലോ. എൻ്റെ വീട്ടിൽ അമ്മമ്മയെല്ലാം ഒരുപാട് കോഴീനെ വളർത്തിന്. ഈ മണ്ണിന്റെ കളയില്ലേ,